എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഞുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞുറുക്ക് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇതേ രീതിയിലാണ് ഞുറുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോള ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളി അല്ലി കൂടെ എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരുപാട് കൂടിപ്പോകരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിപ്പൊടിയാണ്. നമ്മൾ ഏത് പാത്രത്തിന് അരിപ്പൊടി എടുക്കുന്നോ ആ പാത്രത്തിൻ്റെ അളവിലായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിതിന് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വെള്ളം എടുക്കുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ്. അതായത് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാൻ ഈ വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനി നമുക്കൊന്ന് തിളപ്പിക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറ് നമുക്കെടുക്കാം. ഇതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണേ. ഇപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ജീരകമാണ്. ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം കായം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായം മതി, ഒരുപാട് കായമാകരുത്. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, കായത്തിൻ്റെ ഒരു ചുവയൊക്കെ വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടിതൊന്ന് തിളച്ച് വരണം ഈ വെള്ളം. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും സവോളയുടെയൊക്കെ നല്ലൊരു സ്മെല്ല്, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഇതിനകത്തൊന്ന് വെന്തിറങ്ങി വരികയും കൂടെ ചെയ്യണം. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം കിടക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊടി ഈ പാത്രത്തിൻ്റെ ചുവട്ടിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. നന്നായിട്ട് തന്നെ ഈ വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇപ്പോഴത്തെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ചെറിയ നനവ് വേണം. നമുക്ക് കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് എടുക്കുന്ന സമയത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പരുവത്തിനായിരിക്കണം ഇതിൻ്റെ നനവ്. ഇതേപോലെ. ഇനി ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരല്പം തിളപ്പിച്ച വെള്ളം 1 സ്പൂണോ 2 സ്പൂണോ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൈയുടെ വെള്ളയിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം ഈ പൊടി ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്ക് വെള്ളമൊക്കെ പാകത്തിനുണ്ട്. ഇതുപോലെ കൈവെള്ളയിലെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തന്നെ ഒന്ന് ഉരുട്ടിയിടുക. ഇത് പൊടി കുഴച്ച് വന്നു കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുമേ. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ചെറിയ ഉരുളകളാക്കി കുറേശ്ശെ കയ്യിലെടുത്തിട്ട് നമുക്ക് കൈവെള്ളയിൽ തന്നെ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണേ. ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ടായിട്ട് വളച്ചെടുക്കണം. ഇതേപോലെ റൗണ്ടായിട്ടൊന്ന് വളച്ചെടുക്കണം. ഉഴുന്നാടയൊക്കെ ഇരിക്കത്തില്ലേ,
അതുപോലെ തന്നെ ഇതും ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി വളച്ചിട്ട് നമുക്കൊന്ന് മുഴുവൻ ഇതേപോലെ വളച്ചെടുക്കാം. ഞാനിത് മുഴുവനും ഇതേപോലെ എടുക്കുന്നില്ല, ഈ ഷേപ്പിൽ എടുക്കുന്നില്ല. കുറച്ച് പകുതി ഞാൻ ഇതുപോലെയും പകുതി നീളത്തിൽ വെറുതെ ഞാനിങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് കൈവെള്ളയിൽ ചുരുട്ടിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കൈവെള്ളയിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതേപോലെ പരന്ന പ്രതലത്തിലിട്ടിട്ടാണെങ്കിലും ഇതേപോലെ ഒന്ന് വളച്ചെടുക്കാവുന്നതാണ്. ഈ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് പകുതി ഇതേപോലെ റൗണ്ടിലും പകുതി ഇതേപോലെ നീളത്തിലും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് റൗണ്ടിലോ നീളത്തിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവേ. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. ഈ കടായി ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രുചി ഗോൾഡിൻ്റെ ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഈ സമയത്ത് സ്റ്റൗ ഇടേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ട് പെറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതേപോലെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കിയെടുക്കാം. ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ് ഈ ഞുറുക്കിന്. ഇതിപ്പോൾ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ആയാൽ മതി. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിലും ഡാർക്ക് കളറായി പോകരുത്, അപ്പോൾ ഒരു കരിഞ്ഞൊരു ചൊവയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കറക്റ്റ് വേവാണ് ഇതിന്. ഇതേ രീതിയിൽ ഫ്രൈ ആയാൽ മതി. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെയാണ് ഞാൻ ആദ്യം ചെയ്തത്. അത് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് രണ്ടാമത്തെ ഞാൻ ഇതുപോലെ ഇട്ട് കാണിക്കുന്നത്. ഇതേപോലെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് കോരി മാറ്റാം. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നീളത്തിൽ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് ഒന്നുകൂടി എളുപ്പം. പക്ഷേ റൗണ്ടിലൊന്നും കിട്ടുകയില്ല. അത് ഇച്ചിരി പാടാണ്. നമുക്ക് റൗണ്ടാക്കി എടുക്കാനൊക്കെ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പകുതി അങ്ങനെ ഉണ്ടാക്കിയതും ബാക്കി ഇതേപോലെ ഉണ്ടാക്കിയതും. പക്ഷേ എങ്ങനെയായാലും ടേസ്റ്റ് ഒരുപോലെയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് കണ്ട, ഇത് ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ തന്നെ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ, 4 മണിക്ക് കുട്ടികളൊക്കെ ഓടി വരുമ്പോൾ തന്നെ അവർക്കൊരു പെറുക്കി തിന്നാനായിട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.